ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, ഓഗസ്റ്റ് 2 സഭ ആചരിക്കുന്ന പോർസ്യുങ്കുള തിരുനാളിനെക്കുറിച്ചും അന്ന് ലഭിക്കുന്ന പൂർണ്ണ ദണ്ഡവിമോചനത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദണ്ഡവിമോചനമാണ് പോർസ്യുങ്കുള ദണ്ഡവിമോചനം. ഇത് അസീസിയിലെ കരുണ എന്നും അറിയപ്പെടുന്നു. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 12 മണി മുതൽ ഓഗസ്റ്റ് 2 അർദ്ധരാത്രി വരെയാണ് ഈ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള സമയം. ഇറ്റലിയിലെ അസീസിയിലുള്ള മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിലുള്ള ചെറിയ ചാപ്പലാണ് പോർസ്യുങ്കുള. ഫ്രാൻസിസ്കൻ സഭയുടെ ആസ്ഥാനമായി മാറിയ ഈ ചാപ്പലിൽ വെച്ച് 1216 വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ഈശോയും മാതാവും ദർശനം നൽകിയതായി വിശ്വസിക്കപ്പെടുന്നു. മനുഷ്യരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചപ്പോൾ ഈ ദേവാലയം സന്ദർശിച്ച് കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്ന ഏവർക്കും പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷകളിൽ നിന്ന് പൂർണ്ണമോചനം നൽകാമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു. തുടർന്ന് ഫ്രാൻസിസ് അസീസിയുടെ അപേക്ഷ പ്രകാരം ഹൊണോറിയസ് 3 മാർപ്പാപ്പയാണ് ഇതിന് ഔദ്യോഗിക അനുമതി നൽകിയത്. തുടക്കത്തിൽ ഈ ചാപ്പലിൽ മാത്രം പരിമിതമായിരുന്ന ഈ കൃപ പിന്നീട് എല്ലാ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിലേക്കും ഒടുവിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഇടവക പള്ളികളിലേക്കും വ്യാപിപ്പിച്ചു. ഈ സമ്പൂർണ്ണ ദണ്ഡവിമോചനം സ്വന്തം ആത്മാവിനു വേണ്ടിയോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയോ കാഴ്ചവെക്കാവുന്നതാണ്. ഇതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓഗസ്റ്റ് 1, 2 തീയതികളിലോ അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലോ കുമ്പസാരിക്കുക. ഏതെങ്കിലും ഒരു കത്തോലിക്ക ഇടവക പള്ളിയോ ഫ്രാൻസിസ്കൻ ദേവാലയമോ സന്ദർശിക്കുക. ദേവാലയത്തിൽ വെച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലുക. പരിശുദ്ധ മാർപ്പാപ്പയുടെ പ്രത്യേക നിയോഗങ്ങൾക്കായി ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്നീ പ്രാർത്ഥനകൾ ചൊല്ലി കാഴ്ചവെക്കുക. ലഘുപാപങ്ങളോട് പോലും പൂർണ്ണമായ വിരക്തിയുള്ള ഹൃദയത്തോടെയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇനി എന്താണ് ദണ്ഡവിമോചനം? കത്തോലിക്ക സഭയുടെ പ്രബോധനമനുസരിച്ച് കുമ്പസാരത്തിലൂടെ ചെയ്തുപോയ പാപങ്ങളിൽ നിന്നും മോചനം ലഭിച്ച ഒരു വ്യക്തിക്ക് ആ പാപങ്ങൾ മൂലം അനുഭവിക്കേണ്ടി വരുന്ന താൽക്കാലിക ശിക്ഷകളിൽ നിന്നും സഭ നൽകുന്ന ഇളവിനെയാണ് ദണ്ഡവിമോചനം എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അതിന് 2 തരത്തിലുള്ള ശിക്ഷകളുണ്ട്: നിത്യശിക്ഷയും താൽക്കാലിക ശിക്ഷയും. നിത്യശിക്ഷ അല്ലെങ്കിൽ നരകം, ഇത് ദൈവവുമായുള്ള ബന്ധം പൂർണ്ണമായും വേർപെടുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്നും മോചനം കുമ്പസാരം എന്ന കൂദാശ വഴി മാത്രമാണ് ലഭിക്കുന്നത്. കുമ്പസാരം വഴി പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈ നിത്യശിക്ഷ പൂർണ്ണമായി ക്ഷമിക്കപ്പെടുകയും മായ്ക്കപ്പെടുകയും ചെയ്യുന്നു. താൽക്കാലിക ശിക്ഷ: കുമ്പസാരം എന്ന കൂദാശ വഴി ഒരു വ്യക്തിക്ക് നിത്യശിക്ഷയിൽ നിന്ന് മുക്തി ലഭിച്ചാലും ആ പാപം മൂലം ആ വ്യക്തിയുടെ ആത്മാവിലുണ്ടായ അശുദ്ധിയും ആത്മീയമായ മുറിവുകളും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനെയാണ് താൽക്കാലിക ശിക്ഷ ഓർ ടെമ്പറൽ പണിഷ്മെന്റ് എന്ന് വിളിക്കുന്നത്. പാപം ഇല്ലാതായെങ്കിലും അത് സൃഷ്ടിച്ച ആത്മീയമായ മുറിവുകൾക്കും പാപവാസനകൾക്കും ഈ ലോകത്തിൽ വെച്ചോ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ചോ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. ഈ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണമോ ഭാഗികമോ ആയ മോചനത്തെയാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ അബദ്ധത്തിൽ അയൽക്കാരൻ്റെ വീടിൻ്റെ ജനൽ ചില്ല് എറിഞ്ഞ് ഉടച്ചു എന്ന് കരുതുക. നിങ്ങൾ ചെന്ന് മാപ്പ് ചോദിക്കുകയും അവർ നിങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. ഇതാണ് കുമ്പസാരം അല്ലെങ്കിൽ പാപമോചനം. എന്നാൽ ജനൽ ചില്ല് ഉടഞ്ഞുപോയി എന്ന യാഥാർത്ഥ്യം അവിടെ തന്നെയുണ്ട്. അത് പുതിയതിടുകയോ പരിഹാരം ചെയ്യുകയോ വേണം. ഇതാണ് താൽക്കാലിക ശിക്ഷ. ഈ തുക അല്ലെങ്കിൽ ഈ പരിഹാരം സഭയുടെ പുണ്യഭണ്ഡാരത്തിൽ നിന്ന്, അതായത് യേശുക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും യോഗ്യതകളാൽ നമ്മളെ നൽകി സഹായിക്കുന്നതാണ് ദണ്ഡവിമോചനം. ദണ്ഡവിമോചനം 2 തരമുണ്ട്. പൂർണ്ണ ദണ്ഡവിമോചനം: പാപത്തിൻ്റെ എല്ലാ താൽക്കാലിക ശിക്ഷകളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ ലഭിക്കുന്നതാണ് പൂർണ്ണ ദണ്ഡവിമോചനം. രണ്ടാമത്തേത് ഭാഗിക ദണ്ഡവിമോചനം. ശിക്ഷയുടെ ഒരു ഭാഗം മാത്രം ഇളവ് ചെയ്ത് ലഭിക്കുന്നതാണ് ഭാഗിക ദണ്ഡവിമോചനം.
ഒരാൾക്ക് തനിക്കു വേണ്ടിയോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കൾക്കു വേണ്ടിയോ ദണ്ഡവിമോചനം നേടാം. കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ഒരു വ്യക്തിക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതിന് ചില പ്രത്യേക നിബന്ധനകളും നിർദ്ദിഷ്ട ആത്മീയ പ്രവൃത്തികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപോ ശേഷമോ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തുക. യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ചെറുതോ വലുതോ ആയ എല്ലാ പാപങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും പൂർണ്ണമായ അകൽച്ച പാലിക്കുക. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കായി ഒരു സ്വർഗസ്ഥനായ പിതാവെ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കുക. ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്നതോടൊപ്പം സഭ നിർദ്ദേശിക്കുന്ന ചില പ്രത്യേക ഭക്തകൃത്യങ്ങൾ നിർവഹിക്കേണ്ടതുമുണ്ട്. ഉദാഹരണത്തിന്, കുറഞ്ഞത് അരമണിക്കൂർ നേരം ഭക്തിപൂർവം വിശുദ്ധ ബൈബിൾ വായിച്ച് ധ്യാനിക്കുക. കുറഞ്ഞത് അരമണിക്കൂർ സമയമെങ്കിലും ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുൻപിൽ ആരാധന നടത്തുക. പള്ളിയിലോ നിയമാനുസൃതമായ സ്ഥലങ്ങളിലോ വെച്ച് കുരിശിൻ്റെ വഴി ഭക്തിപൂർവം ചൊല്ലി പ്രാർത്ഥിക്കുക. പള്ളിയിലോ കുടുംബത്തിലോ പ്രാർത്ഥനാ കൂട്ടായ്മയിലോ ഒന്നിച്ചു ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. സഭ പ്രഖ്യാപിക്കുന്ന ജൂബിലി വർഷങ്ങളിലോ പ്രത്യേക അവസരങ്ങളിലോ നിർദ്ദേശിച്ച തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുക. ഒരു ദിവസം ഒരു പൂർണ്ണ ദണ്ഡവിമോചനം മാത്രമേ ഒരാൾക്ക് സ്വന്തം പേരിൽ നേടാനാവൂ. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് വീഴ്ച സംഭവിച്ചാൽ അത് ഭാഗിക ദണ്ഡവിമോചനം ആയി മാത്രമേ ലഭിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, പാപമോചനം എന്നത് ശിക്ഷയിൽ നിന്നുള്ള ഓടിയൊളിക്കലല്ല, മറിച്ച് ദൈവവുമായുള്ള ബന്ധം വീണ്ടെടുക്കലും നമ്മൾ വരുത്തിവെച്ച തെറ്റുകൾ തിരുത്തുവാനുമുള്ള ഉത്തരവാദിത്വവുമാണ്. നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്ത് മാപ്പ് ചോദിക്കുമ്പോൾ അവർ ക്ഷമിച്ചേക്കാം. എങ്കിലും നമ്മൾ മൂലം അവർക്കുണ്ടായ വിഷമങ്ങളോ നഷ്ടങ്ങളോ നികത്താൻ നമ്മൾ ശ്രമിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് ദണ്ഡവിമോചനവും. ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നതിനോടൊപ്പം നമ്മുടെ പാപങ്ങൾ മൂലം നമ്മുടെ ആത്മാവിനുണ്ടായ മുറിവുകൾ ഉണക്കാനും സഭയുടെ പ്രാർത്ഥനകളിലൂടെ ആത്മീയമായി നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനുമുള്ള ഒരു അവസരമാണ് ദണ്ഡവിമോചനം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദണ്ഡവിമോചനത്തെ വെറുമൊരു ആചാരമായി കാണാതെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ദൈവത്തോടും സഹജീവികളോടും അടുപ്പിക്കുവാനുള്ള വലിയൊരു കൃപയായി കാണാം. വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെയും ജപമാല പ്രാർത്ഥനയിലൂടെയും ഭൂമിയിലുള്ളവർക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും വേണ്ടി ഈ ആത്മീയ നിധി നമുക്ക് പ്രയോജനപ്പെടുത്താം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.